ആറ്റിങ്ങലിൽ ദേശീയപാതാ നിർമ്മാണ സാമഗ്രികൾ കവർച്ച ചെയ്ത പ്രതികൾ മോഷണം ആസൂത്രണം ചെയ്യുന്ന ശബ്ദരേഖയും കവർച്ചാ ദൃശ്യങ്ങളും പുറത്ത്. ഹലോ. ഹലോ. പറയാ. എവിടാ? വീട്ടില്. എന്തോ പനിയാന്നോ? പനിയൊന്നും കിടക്കുന്നു, ഓട്ടോ ഒന്നുമില്ലല്ലോ. പിന്നെ GSB എടുക്കുന്ന എവിടത്തേക്ക് പറയാ? ഓ, നിനക്ക് വേണോ വേണ്ട എന്ന് പറ. ആദ്യം എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ? GSP ആ, GSP എങ്ങനെ ഓട്ടോ സാധനം കിട്ടുമോ? സാധനം ഞാൻ തരാം. എത്ര രൂപ കിട്ടുമെന്ന് നോക്ക്. അത് എങ്ങനെ കമ്പനിന്ന് വരുന്നതാ? നീ എന്തിനാ ഈ മൊത്തം ഡീറ്റെയിൽ ചോദിക്കുന്നത്? നിനക്ക് GSP എടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. 20 ലോഡ് തരാം. 20 ലോഡ് GSP? ആ, എടുക്കാം. എന്തോ എങ്ങനെ എടുക്കാമെന്ന്? അവർക്ക് ഡെയിലി പൈസ കൊടുക്കണം. ഡെയിലി പൈസ കൊടുക്കണോ? ആ, എത്ര രൂപ കൊടുക്കണം? ഡെയിലി സെറ്റ്. അതാ, നീ എത്ര കൊടുക്കുമെന്ന് പറ. സാറ് പറ, വില പറയാം. ഞാനാണോ GSP വില പറയണ്ടത്? 20 രൂപ കൊടുക്കണം അവർക്ക്. 20,000 രൂപ? ആ, 15 രൂപയാണെന്നറിയാം എടുക്കാന്ന് പറയുന്നത്. 15 രൂപയ്ക്ക് തരത്തില്ല അവര്. 20 രൂപ ആണെങ്കിൽ അവർ തരും. ഞാൻ ബാർഗൈൻ ഒക്കെ ചെയ്തതാ. 47,000 രൂപയ്ക്ക് അവരെടുക്കുന്നേ. 47,000 രൂപ എടുക്കാനായിട്ട് അവന്മാരെ അഴുക്ക GSP അവരൊക്കെ റോഡ് പണിക്ക് മാത്രമേ ഉള്ളൂ. നീ ഒന്ന് ശ്രമിച്ചു നോക്കാം ആദ്യം ഒന്ന്. നീ ഉടനെ ഇല്ലെന്ന് പറയാം. ഒരു പണി തരുമ്പോ പണി എടുക്കാൻ പറ്റത്തില്ല. പണി എടുക്കാൻ പറ്റത്തില്ല. ആ സാധനം ഞാൻ ഇപ്പൊ കറക്റ്റ് ചെയ്യാന്ന്. എത്ര ടോറസ് 10 വീലാണോ വരുന്നത്? 10 വീലിന് ദിവസം 20 ലോഡ് വെച്ച്. ദിവസം 20 ലോഡ് വെച്ച് എത്ര രൂപ കൊടുക്കണം അവരൊക്കെ? ലാസ്റ്റ് ഇത് വില പറയാം. 20 രൂപ അവർ കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ മൊത്തം നോക്കിയതിൻ്റെ അകത്ത് 20 രൂപ അവർ കൊടുക്കണം. അവർ കുറച്ച് പേരുണ്ട്. ശരി, ഞാൻ ഇപ്പോൾ വിളിക്കാം. പത്തനംതിട്ടയിൽ ആറന്മുള താഴത്തേതിൽ വീട്ടിൽ 49 വയസ്സുള്ള മനോജ്, കല്ലമ്പലം തോട്ടക്കാട് വെടിമൺകോണം പുത്തൻവിള വീട്ടിൽ 34 വയസ്സുള്ള വിമൽ രാജ്, വർക്കല ചെറുനിയൂർ വെന്നിക്കോട് വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന 44 വയസ്സുള്ള മനോജ് എന്നിവരാണ് ആറ്റിങ്ങൽ പോലീസിന്റെ പിടിയിലായത്. കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള ദേശീയപാതാ നിർമ്മാണത്തിനായി ആവശ്യമുള്ള മെറ്റലുകൾ, കമ്പികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിർമ്മാണ സാമഗ്രികളാണ് മോഷ്ടാക്കൾ കവർച്ച ചെയ്തത്. കരാർ കമ്പനിയുടെ പരാതിയെ തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് നടത്തിയ അതിസമർത്ഥമായ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളായ മനോജും വിമൽ രാജും കമ്പനി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ബീഹാർ സ്വദേശിയായ ഉദ്യോഗസ്ഥനുമായി ചേർന്നാണ് മോഷണം ആസൂത്രണം ചെയ്ത് നടത്തി വന്നിരുന്നത്. ലോറികളും എക്സ്കവേറ്ററും ഉപയോഗിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. പ്രതികൾ നാഷണൽ ഹൈവേയുടെ പണിക്കാരാണെന്ന് കരുതി നാട്ടുകാരും പോലീസും ഇവരെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.